लेटेस्ट न्यूज़ के लिए सब्सक्राइब करें और न्यूज़ अपडेट्स के लिए बेल आइकन पर क्लिक करें. നമസ്കാരം. ക്ലിപ്പർ 28ന്റെ ഗൃഹവൈദ്യത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഞാനൊരു പുതിയ സബ്ജക്റ്റ് കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയാൻ പോകുന്ന ഇന്നത്തെ വിഷയം നമ്മുടെ വായുനാറ്റം അല്ലെങ്കിൽ ബാഡ് ഓഡർ ഓഫ് മൗത്ത് ആണ്. ഇത് പലരും പറയാറുണ്ട്, 2 നേരവും നന്നായിട്ട് ബ്രഷ് ചെയ്യുകയും നാക്ക് വടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്, എങ്കിലും എന്താണെന്നറിയത്തില്ല വായിൽ നിന്ന് ദുർഗന്ധം വരാറുണ്ടെന്ന് കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ഹോം റെമഡീസ് എന്താണെന്ന് ഈ പ്രാവശ്യം പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദഹനക്കേട് അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഡൈജഷൻ ഇല്ലാത്തത് കൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മുടെ വായിൽ നിന്ന് നാറ്റം ഉണ്ടാകാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ വായിലെ മോണ ഒക്കെ പഴുത്ത അല്ലെങ്കിൽ വായിലുള്ള പല ഡിസീസുകളും നമ്മുടെ വായിലെ നാറ്റത്തിന് കാരണം ആകാറുണ്ട്. അതുപോലെ ഡയബറ്റീസ്, ലിവർ ഡിസീസ്, ആസ്തമ ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉള്ളവർക്കും വായുനാറ്റം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ പ്രധാനമായിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രോപ്പറായിട്ടുള്ളൊരു ഡൈജഷൻ നമ്മൾ ഉണ്ടാക്കുക. അത് ഞാൻ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ റെജിമൻ പറഞ്ഞിരുന്നു, അതായത് നമ്മുടെ ദിനചര്യ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുറച്ച് ലൈഫ് സ്റ്റൈൽസ് ഒക്കെ ചേഞ്ച് ചെയ്യുകയും അതുപോലെ നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, അതുപോലെ ഡൈജഷൻ പ്രോപ്പർ ആകാൻ വേണ്ടി നമ്മൾ രാത്രി ഭക്ഷണത്തിൽ ഒരിക്കലും നോൺ വെജ് ഉപയോഗിക്കാതിരിക്കുക, എക്സസൈസ്, ഇങ്ങനെ പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പറായിട്ടുള്ളൊരു ഡൈജഷൻ കിട്ടും. അപ്പോൾ പിന്നെ ഈ ഒരു പ്രശ്നം അങ്ങനെ പരിഹരിക്കാനും കൂടെ പറ്റും. പിന്നെ അതുപോലെ ഒരു പ്രധാന കാരണം വേറെ എന്താണെന്ന് വെച്ചാൽ പുകവലിക്കുക, അതുപോലെ വെറ്റില മുറുക്കുക. ഈ 2 കാര്യം ചെയ്യുന്നവരുടെ വായിൽ നിന്നും നമുക്ക് വായൽനാറ്റം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് വായനാറ്റം ഉണ്ടാകാൻ മാത്രമല്ല, പുകവലിയും ഈ വെറ്റില മുറുക്കുന്നതും അവർക്ക് പല്ലിന് കേടുണ്ടാക്കുകയും അതുപോലെ പല്ലിൻ്റെ വെണ്മയൊക്കെ അങ്ങ് പോയിട്ട് ഒരു നിറവ്യത്യാസം വരികയും ചെയ്യാറുണ്ട്. പല്ലിൻ്റെ ശുചിത്വം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്, അതിൻ്റെ ആരോഗ്യവും. അതിനുവേണ്ടി നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അത് നല്ലപോലെ എപ്പോഴും ഗാർഗിൾ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അത് വായിലെ നാറ്റം മാറാനും അതുപോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിനും അത് വളരെയധികം പ്രയോജനം ചെയ്യും. പിന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിനു വേണ്ടിയുള്ള ആയുർവേദിക് ഹോം റെമഡീസ് എന്തൊക്കെയാണെന്നാണ്. അതായത് ഒന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് ഇഞ്ചി നീര്, ഇന്ദുപ്പ്, പഞ്ചസാര ഇവ 3 കൂടെ ചേർത്ത് വെള്ളത്തിൽ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ഇത് നമ്മൾ ഗാർഗിൾ ചെയ്ത് വായിക്കൊണ്ട് തുപ്പുക. ഇത് പല പ്രാവശ്യം ചെയ്യുന്നത് നമ്മുടെ പല്ലിൻ്റെ വേദനയ്ക്കും അതുപോലെ വായിലെ നാറ്റം മാറുവാനും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഏലക്കായുടെ തരി എടുത്ത് വായിലിട്ട് ചവയ്ക്കുക. അതും നമ്മുടെ വായിൽ നിന്ന് നാറ്റം പോയിട്ട് നല്ലൊരു ഏലക്കായുടെ ഒരു നല്ല സ്മെല്ലൊക്കെ വരും. അതുകൊണ്ടും നമുക്ക് ഈ കാര്യം പരിഹരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രാമ്പൂവിൻ്റെ എണ്ണ ഒരു ഏതാനും തുള്ളി നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് അതും ഇതുപോലെ നമ്മൾ വായിക്കൊള്ളുക അല്ലെങ്കിൽ ഗാർഗിൾ ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. തുളസിയില വായിലിട്ട് ചവച്ച് നീരിറക്കുകയോ തുപ്പിക്കളയുകയോ ചെയ്യാം. അതും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ വായനാറ്റത്തിന് വേണ്ടിയിട്ട്. അതുപോലെ ഇരട്ടി മധുരം എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഇത് നല്ലപോലെ ചവച്ചിറക്കുക. അതും വളരെ നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് വായിലെ നാറ്റം പോകാനായിട്ട്. ഇഞ്ചി, വെറ്റില, ചുമന്നുള്ളി, ആര്യവേപ്പില എന്നിവ പല പ്രാവശ്യം ഓരോന്നായിട്ട് ചവച്ച് തുപ്പി അതിൻ്റെ നീര് എടുത്ത് കളയുന്നത് നമ്മുടെ വായിലെ നാറ്റം പോകാനായിട്ട് സഹായിക്കും. മാവിൻ്റെ തണ്ട് അല്ലെ ആര്യവേപ്പിലയുടെ തണ്ട് ഇതൊക്കെ എടുത്ത് നമ്മൾ പല്ല് തേക്കുന്നതും വളരെയധികം നല്ലതാണ് പല്ലിൻ്റെ ആരോഗ്യത്തിനും മോണയ്ക്കും ഒക്കെ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ ഉമ്മുക്കീരി ഉപ്പോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ 2 ഏതെങ്കിലും ഇട്ട് അല്ലെ 2 കൂടെ 3 കൂടെ ചേർത്താണെങ്കിലും
ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് വളരെയധികം നല്ലതാണ്. പല്ലിലെ അഴുക്കൊക്കെ പോയി നമുക്ക് മോണയുടെ ഒക്കെ ആരോഗ്യത്തിനും മുഴുവൻ പല്ലിൻ്റെ ഒരു ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ഉമിക്കിരി ഉപയോഗിച്ച് പല്ല് തേക്കുന്നത്. പ്രത്യേകിച്ച് ഉപ്പും കൂടെ ചേർത്ത് തേക്കുവാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യവും അതുപോലെ തന്നെ വായിലെ നാറ്റവും മാറിക്കിട്ടും. ഈ പറഞ്ഞ എല്ലാ ആയുർവേദിക് ഹോം റെമഡീസും ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്തതാണ്. അതുപോലെ വായിലെ നാറ്റം നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ റെമഡീസ് വഴി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് വളരെ കോമൺ ആയിട്ടുള്ളതാണ്. പലരും പറയാറുമുണ്ട്, എന്നോട് പലരും ചോദിക്കാറുമുണ്ട്, ചേച്ചി ഇതിന് എന്താ ചെയ്യേണ്ടത്, 2 നേരം പല്ല് തേക്കാറുണ്ട്, നാക്ക് പഠിക്കാറുണ്ട്, എങ്കിലും ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് വായിന്ന് നാറ്റം വരാറുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മേളിൽ പറഞ്ഞ ഡിസീസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്കുണ്ടാവും. അപ്പം നമ്മൾ അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. രോഗത്തിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ വായിലെ നാറ്റത്തിനും കൂടെ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്കിതെല്ലാം മാറ്റിയെടുക്കാവുന്നതാണ്. അതൊരു വലിയ പ്രോബ്ലം അല്ല. പക്ഷേ എന്നാലും ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലം കൂടിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ കമൻസിലൂടെ ഇതിൻ്റെ റിസൾട്ട് എന്നെ അറിയിക്കുക. സോ സീ യു നെക്സ്റ്റ് ടൈം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ദിസ് ഇസ് ബിന്ദു അജിത് signing off from Clipper 28. For more news updates, do subscribe, like, share and comment. Clipper 28.